ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ജലജയും ജാനകിയും ദേവേനയിലും ഇരിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി ആ ചന്തുമോളുമായിട്ട് ഇത്രയ്ക്ക് അടുക്കുന്നത് ശരിയല്ല. ആ കുട്ടിയുടെ യഥാർത്ഥ അവകാശികൾ വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ വിട്ടുകൊടുക്കേണ്ടി വരില്ലേ, അന്നേരം ആ സങ്കടം താങ്ങാനൊക്കെ ബുദ്ധിമുട്ടാകുകയില്ല എന്നൊക്കെ. അപ്പോൾ ദേവേനി പറയും, അങ്ങനെയൊന്നും ആരും വരത്തില്ലെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത് എന്ന് പറയും. അച്ഛൻ എന്തിൻ്റെ കുഴപ്പമാണോ എന്നെ എടുക്കാൻ ഇതിലെയൊക്കെ നടക്കുന്ന കൊച്ചുങ്ങളെയൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്നത്? വേറെ ഒരു പണിയില്ല, പല ഗുലുമാലും ഇതിൻ്റെയൊക്കെ പുറകെ വരുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ട് അബി കയറി വരുന്നത്. അബിയുടെ 2-3 കവറൊക്കെ ഉണ്ട്. അന്നേരം നീ എവിടെ ആയിരുന്നടാ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കും. ഞാൻ ഈ അമ്മായിക്കും അമ്മയ്ക്കും ഒക്കെ ആയിട്ട് 2-3 സാരി എടുത്തു, നവിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയതായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ കാര്യം ഓർത്തപ്പോൾ നിങ്ങൾക്ക് കൂടെ ഓരോ സാരിയൊക്കെ എടുത്തെന്ന് പറയും. അപ്പോൾ ദേവൻ ചോദിക്കുന്നത്, എന്താ പറ്റി, നിനക്ക് ഇങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ലായിരുന്നല്ലോ, ഞങ്ങളെ അങ്ങനെ നീ ഓർക്കാറൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന്. ഞാൻ അങ്ങനെയൊന്നും ഇല്ല, ഇപ്പം ഞാൻ നന്നായില്ലേ, എല്ലാവരുടെയും കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജലജ പറയും, അതെന്താ അവൻ നന്നാകത്തില്ലേ, ഇവിടെ ആദർശം അനിയൊക്കെ മാത്രം നന്നായാൽ മതിയോ, അവനും നന്നാകാനൊക്കെ ഉള്ള ആഗ്രഹം കാണും. അപ്പോൾ അവൻ നന്നായി, ഇപ്പം നല്ല ഭർത്താവും നല്ല അച്ഛനും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമ്മുടെ കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ മകനെ അങ്ങ് പൊക്കി പറയുകയാണ്. ഇവനായോണ്ട് നന്നായെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ ആയി വരുന്നെന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. ഉടനെ അഭി പറയും, അങ്ങനെയൊന്നുമില്ല, ഇപ്പം എൻ്റെ മനസ്സാണ് ശുദ്ധമായിരിക്കുന്നത്, ഇവിടെ 2 പേരെ ഉണ്ടല്ലോ, അവരെക്കാട്ടിലും ഇപ്പം നല്ലവൻ ഞാൻ തന്നെയാണെന്നൊക്കെ പറയും. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞെന്ന് ദേവയാനി ചോദിക്കും. അല്ല, ഒരുത്തൻ ഇവിടെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അവളെ ഒന്ന് സ്നേഹിക്കാൻ പോലും അവന് സാധിക്കുന്നില്ല, പിന്നുള്ളത് ആദർശേട്ടനും അത്ര നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ദേവയാനിക്ക്, അതെന്താ നീ അങ്ങനെ പറഞ്ഞ് എന്തോ അർത്ഥം വെച്ച് പറയുന്ന പോലെ ഉണ്ടല്ലോ എന്ന്. അവനങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അഭി പറയും, അങ്ങനെയൊന്നും ഇല്ല, ആഴക്കടൽ പോലെ തോന്നുന്നെങ്കിലും അവരുടെയും മനസ്സിൽ പല തിരകളും കാണുമായിരിക്കും, പല പ്രശ്നങ്ങളും കാണും, അതൊക്കെ പിന്നെ ഭാവിയിൽ അങ്ങ് ഓരോരുത്തർക്കും മനസ്സിലായിക്കോളും എന്നൊക്കെ ദേവയാനിയോട് കുത്തിയാണ് പറഞ്ഞിട്ട് പോകുന്നത്. അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് അങ്ങ് വല്ലാതാവുന്നത്. ദേവയാനി ജലജയോട് ചോദിക്കും, എന്താ അവൻ അങ്ങനെ പറഞ്ഞെന്ന്. എനിക്കറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും എന്നൊക്കെ പറഞ്ഞ് ജലജയും ദേവയാനിയും ഒന്ന് വേദനിപ്പിക്കുന്നുണ്ട്. അഭി മേളിലോട്ട് ചെല്ലുമ്പോഴത്തേന് ചന്തുമോൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അഭിയെ നോക്കി ചെറിയച്ചാന്നൊന്ന് വിളിക്കും. അഭിക്കത് കേൾക്കുമ്പോൾ കലിപ്പ് കയറിയിട്ട്, നീ എന്തിനാ എന്നെ ചെറിയച്ചാന്ന് വിളിക്കുന്നത്, നീ എന്തിനാ വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ട് കയറി വരും. എന്താടാന്ന് ചോദിക്കും. എന്നെ ഈ കൊച്ചെന്നെ ചെറിയച്ചാന്ന് വിളിച്ചെന്ന് പറയും. ഇവൾ ആദർശിനെ അച്ചാന്ന് വിളിക്കുന്നുണ്ടായിരിക്കും നിന്നെ ചെറിയച്ചാന്ന് വിളിച്ച്, എന്നെ അങ്കിളെന്ന് വിളിക്കുന്നില്ലേ, അതുപോലെ അങ്ങ് വിളിച്ചാച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അഭി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അതുകൊണ്ട് ജലജയും പറയുന്നുണ്ട്, ഇനി മേലിൽ ഇവരെ അങ്ങനെ ആരെയും വിളിച്ചു പോയേക്കരുത്, നിന്നെ തല കയറ്റി വെക്കാൻ കുറേ പേര് ഇവിടെ കാണുമായിരിക്കും, പക്ഷേ അവരുടെയൊക്കെ കൂടെ കൊഞ്ചിച്ചങ്ങ് നിന്നോണം, അല്ലാതെ ബാക്കിയുള്ളവരുടെ അടുത്തോട്ട് കൊഞ്ചാനൊന്നും വന്നേക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പം നയന വന്ന് ഇതിലിടപെടുന്നുണ്ട്. നയന ചോദിക്കും, എന്തിനാ കുഞ്ഞല്ലേ, അവളെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ വേണമെങ്കിൽ എടുത്ത് തലേ വെച്ചു, ആദർശിനെ അച്ചാന്ന് വിളിക്കുന്നത് വെച്ചാൽ ഇവനെ കൊച്ചച്ചാന്നൊന്നും വിളിക്കാൻ വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞ് അഭിയും ജലജയും കൂടെ നയനെയും കുഞ്ഞിനെയും എല്ലാം വഴക്ക് പറഞ്ഞേച്ചാണ് കയറിപ്പോകുന്നത്. അപ്പം നയന പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നയനാമ്മ ഇതെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെയൊക്കെ താലോലിക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആദർശിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ആദർശിനോട് ഇങ്ങനെ നടന്ന സംഭവമൊക്കെ പറയും. അപ്പോൾ ആദർശ് പറയും, അതിനെന്താ ഇനി അങ്ങനെ കൊച്ചച്ചാന്നൊന്നും വിളിക്കണ്ട, ഇനിയിപ്പം കൊച്ചച്ഛൻ അച്ഛനാകുമെന്ന് അറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയും. എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ, കുഞ്ഞിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകും, അതുകൊണ്ട് കുഞ്ഞിനെ ഉപയോഗിച്ച് ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയും. എന്നെ അങ്കിളെന്ന് വിളിക്കുന്നത് തന്നെ അങ്ങ് വിളിച്ചാൽ മതി, ഇനി മാറ്റിയൊന്നും വിളിപ്പിക്കണ്ട എന്ന് നീയെന്ന് പറയുന്നുണ്ടേ. കുഞ്ഞ് പേടിച്ച് ഇങ്ങനെ ആദർശിനെ നോക്കുകയാണ്. അപ്പോൾ നയനെ പറയും, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഈ അങ്കിൾ ഇതുപോലെ ഇടയ്ക്ക് ഭയങ്കര സ്നേഹമായി, ഇടയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്, മോള് പോയി അകത്ത് കളിച്ചോളാൻ പറഞ്ഞ് വിടും. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, അപ്പോൾ ഈ തന്നെയല്ല ഈ വീട്ടിലുള്ള പലരും ആ കുഞ്ഞിനോട് അങ്ങനെ അകൽച്ച കാണിക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീ എന്നെ ഒരുപാട് അങ്ങ് അടുപ്പിക്കാനൊന്നും പോകണ്ട, കാരണം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന പ്രായമായില്ലേ എന്നൊക്കെ ചോദിക്കും. അതെന്തായാലും ഞാൻ ആ കുഞ്ഞിനെ ഇനി വിട്ട് കളയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ആദർശേട്ടാ, ഇനി അകത്തോട്ട് ചെല്ലട്ടല്ലേ, കുഞ്ഞിനെ ബാക്കി ആരിലൊക്കെ വഴക്ക് പറയുമെന്ന് പറഞ്ഞ് നയനകത്തേക്ക് അങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് അഭിയാണ്. അഭി ഇങ്ങനെ പതിവ് പോലെ ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന് സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പക്ഷേ നവിയുണ്ടെന്നും കുഞ്ഞുണ്ടെന്നും ഒക്കെയുള്ള കാര്യം അറിയാവുന്നവളാണ്. അവളുടെ കല്യാണമായെന്നൊക്കെ പറയുമ്പോഴത്തേനും അഭി പറയും, കല്യാണമായെന്ന് പറിച്ചാലും സാരമില്ല, നീ അവൻ്റെ കൂടെ അങ്ങ് ഗൾഫിനൊന്നും പോകാതെ ഇവിടെ തന്നെ നിന്നോണം, എനിക്ക് 2-3 ബ്രാഞ്ചിൻ്റെ ചുമതലയൊക്കെ കിട്ടും, അപ്പോൾ ഒരെണ്ണത്തിനകത്ത് ഞാൻ നിന്നെ റിസപ്ഷനിസ്റ്റ് ആക്കാമെന്നൊക്കെ, വെറുതെ ഓഫർ തരാതെ കാര്യം ചെയ്യണം കേട്ടോ എന്നൊക്കെ ആ പെണ്ണും പറയുന്നുണ്ട്. അന്നേരം അഭി പറയും, എന്തായാലും എൻ്റെ ഭാര്യ എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ ഒരുപാട് സഹിക്കുന്നുണ്ട്, അവൾക്ക് ഞാൻ പ്രസവ സമയത്ത് അടുത്ത്
എനിക്ക് ഓരോന്നൊക്കെ മേടിച്ചൊക്കെ കൊടുത്ത കാരണം ഇച്ചിരി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവൾ, അത് കാരണം എനിക്കങ്ങനെ അവളുമായിട്ട് അത്ര അടുപ്പമൊന്നും ഉണ്ടാകാറില്ല എന്ന് ആ പെണ്ണിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണ് പറയും, എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് ചോദിക്കും. എല്ലാവരോടും അങ്ങനെയൊന്നും ഇല്ല, എന്നാലും ഇങ്ങനെ ഇവളെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ വിളിക്കുന്നുണ്ട്. അവൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കോൾ അങ്ങ് കട്ട് ചെയ്യും. അപ്പം നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട്, എന്താ കോള് കട്ട് ചെയ്തത്, എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ധൃതിയിലായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നവ്യ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം ആ പെൺകുട്ടി അവിയോട് ചോദിക്കും, എന്തിനാ കോള് കട്ട് ചെയ്തെന്ന്. അവൾ പിന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കും. സ്നേഹം ഒന്ന് അഭിനയിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ട് ഭയങ്കര ശല്യമായി. അത് കാരണം ഞാനിപ്പം അങ്ങനെ കോളൊന്നും എടുക്കാറില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റുമായിട്ട് അങ്ങ് ചെന്നാൽ മതി, ആ ഗിഫ്റ്റിൽ അവൾ അങ്ങ് അലിഞ്ഞു പൊക്കോളൂ എന്നൊക്കെ ആ പെൺകുട്ടിയോട് ഇരുന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന അനിയാണ്. അനി ഇങ്ങനെ ഫയൽസൊക്കെ നോക്കി വരുമ്പോഴത്തേനും നയന കൊണ്ട് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ ഇപ്പം ഹാപ്പി ആയല്ലോ, ഏട്ടത്തി ഇപ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന്. ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. എന്നോട് തുറന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം സോൾവ് ആയെന്ന് പറയും. ഞാനും ഇത് തന്നെയാണ്, കുറേ കാര്യങ്ങളൊക്കെ തുറന്ന് നിങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു, പക്ഷേ നിങ്ങളാരും മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ പറയും. ഞങ്ങളത് സോൾവ് ചെയ്ത കാരണമല്ലേ നീ ഇപ്പം അനാമികയുടെ കൂടെ ജീവിക്കുന്നതല്ലേ, നീ ഇപ്പം നന്ദുവിൻ്റെ കൂടെ പ്രേമിച്ച് നടക്കത്തല്ലേ ഉള്ളായിരുന്നു എന്നൊക്കെ പറയും. എന്നാലും എനിക്ക് അവളെ ഉൾക്കൊള്ളാനേ പറ്റത്തില്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ബന്ധം ഇങ്ങനെ കൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയും. എന്നാൽ അമ്മയ്ക്ക് വേണ്ടി മോനൊന്ന് അവളെ ഒന്ന് സ്നേഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങ് പോകുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് എനിക്കങ്ങ് സങ്കടം വരികയും ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചന്തുമോളെയാണ്. ചന്തുമോൾ ഇങ്ങനെ റൂമിൻ്റെ വാതിൽക്ക് കൂടി ഇങ്ങനെ വരുമ്പോഴത്തേന് അനാമികയുടെ റൂമിൽ ഒരു പൊട്ടിരിക്കുന്ന കാണുമ്പോൾ അതിനകത്ത് വന്ന് ആ പൊട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് അനാമിക കയറി വരുന്നത്. ഇടി എന്തിനാ എൻ്റെ മുറി കയറിയത്, നിന്നോട് ഈ മുറിയിലൊന്ന് കയറിയേക്കരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എൻ്റെ പൊട്ട് എന്തിനാ എടുത്തെന്നൊക്കെ ചോദിച്ച് ആ കുട്ടി അങ്ങ് ഒരുപാട് തല്ലുകയാണ്. അത് കണ്ടുകൊണ്ടാണ് അനി അങ്ങോട്ട് വരുന്നത്. നീ എന്തിനാ ഈ കുഞ്ഞിനെ തല്ലുന്നത്, മുത്തശ്ശൻ കൊണ്ടുവന്ന കുഞ്ഞാ എന്നൊക്കെ പറയും. ആര് കൊണ്ടുവന്നാലും എനിക്ക് കാര്യമില്ല, അതിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അലവലാതി കൊച്ചുങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വളർത്തിക്കോളും, നിങ്ങൾക്കൊക്കെ വേറെ പണിയൊന്നുമില്ലെന്നൊക്കെ പറയും. മുത്തശ്ശനെ ചോദ്യം ചെയ്യാറായിട്ടില്ല നിങ്ങളാരും എന്ന് അനി പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ മുത്തശ്ശനോട് പറഞ്ഞേക്കണം ഈ കൊച്ചിനെ എൻ്റെ മുറി കയറ്റിയേക്കരുത്, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയും. അന്നേരം ആ കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോളിങ്ങി പോര്, ഇവക്കെ പിരി ഇളകിയതാ എന്നൊക്കെ പറഞ്ഞ് ആനി ആ കുഞ്ഞിനെ എടുത്തോണ്ട് അങ്ങ് പോവുകയാണ്. പുറത്ത് വരുമ്പോഴത്തേന് നയന കാണുന്നുണ്ട്. അന്നേരം ചോദിക്കും, എന്നാ കുഞ്ഞ് കരയുന്നു. അവൾ ഈ കുഞ്ഞിനെ തല്ലുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്ത് അവളുടെ മുറി കുഞ്ഞൊന്ന് കയറുക ഒരു പൊട്ടെടുക്കുകയാണ് ചെയ്തതിൻ്റെ അന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ ഇവളെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന്, എങ്ങനെയും ഇവളെ എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിവാക്കി തരാമോ എന്ന് ചോദിച്ച് അനി കുഞ്ഞുമായിട്ട് താഴോട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അന്നേരത്തേന് നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് നയന റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അനാമികയുടെ. എന്നിട്ട് ചോദിക്കും, എടി നീ കുഞ്ഞിനെ തല്ലിയെന്ന് ചോദിക്കും. ഞാൻ തല്ലും, എൻ്റെ മുറി കയറുകയും ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനം എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തല്ലുക തന്നെ ചെയ്യുമെന്ന് പറയും. നീ തല്ലിയ ഇനി നിൻ്റെ ചെവിക്കലിനിട്ട് ഞാനും തല്ലുമെന്ന് പറയും. ഇനി ഞാനും നിന്നെക്കെട്ട് തിരിച്ച് തല്ലും എന്നുള്ള പരുവത്തിൽ പറയുകയാണ് നയനയോട് അനാമിക. എന്ന് പറയാം, നീ എന്താ എന്നെ ഞങ്ങൾക്കെട്ട് തല്ലുവോ, എന്നിട്ട് ഞാനും എൻ്റെ ചേച്ചിയൊക്കെ പല പ്രാവശ്യം നിന്നെ തല്ലിയല്ലോ, എന്നിട്ട് നീ എന്താ ഞങ്ങളെ തിരിച്ച് തല്ലാഞ്ഞെന്നൊക്കെ ചോദിക്കും. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അനാമിക. എന്നിട്ട് പറയും, നീ ഒരു കാര്യവും ചെയ്യല, നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഈ വീടിന് പുറത്താണെന്ന് പറയും. പിന്നെ നീ പാലിനകത്ത് വിഷം കലർത്തിയ കാര്യമൊക്കെ ഞാൻ പറയാതിരിക്കുന്നത് ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണെന്നൊക്കെ അനാമികയോട് നയന പറയുമ്പോഴത്തേന് അനാമിക പറയും, എനിക്കറിയാം അത് നീ പറയാതിരിക്കുന്നത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലേ, എനിക്ക് നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വേണം ഇപ്പം തന്നെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് നീങ്ങുന്നുണ്ടെ അനാമിയെ അങ്ങ് പേടിച്ചു പോകും. അനാമിയ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് അതൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേന് നയനെ തിരിഞ്ഞ് അനാമിയെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.